ഓക്കെ, നമുക്കിനി പറയാനുള്ള സെക്ഷൻ അൻഹിലേറ്റിംഗ് പോളിനോമിയലാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കേട്ടോ. ലീനിയർ ആൾജിബ്രയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇനി പറയുന്നതെല്ലാം തന്നെ. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഇങ്ങനെ ഇപ്പം ഞാൻ PDF വെച്ചിട്ട് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സമയം പോവും. അതുകൊണ്ടാണ് വീഡിയോസിൻ്റെ ലെങ്ത്തും വളരെ കൂടുതലാണ്. അപ്പം കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നോക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അപ്പം നമുക്കതിന് അൻഹിലേറ്റിംഗ് പോളിനോമിയൽ എന്താണെന്ന് നോക്കാം. അൻഹിലേറ്റിംഗ് പോളിനോമിയലിൻ്റെ ഡെഫിനിഷൻ: Let T be a linear operator on a vector space V over F. A polynomial f in f of x is said to annihilate T if f of t equal to 0. ഓക്കെ, എന്താണ് അൻഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് നോക്കാം. ഓക്കെ, ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് നമ്മുടെ കയ്യിൽ. ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ, ടി ഫ്രം വി ടു വി. ഓക്കെ, ഇനി ഈ എഫ് ഓഫ് എക്സിലെ ഒരു പോളിനോമിയൽ എടുത്തു, സ്മോൾ എഫ് എന്ന് പറയുന്നൊരു പോളിനോമിയൽ എടുത്തു. ഇതിൻ്റെ മീനിങ് എന്താ? എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ, അതായത് നമ്മൾ എടുക്കുന്ന ഫീൽഡ് ഏതാണോ ആ ഫീൽഡിൽ ആയിരിക്കും ഈ എടുക്കുന്ന പോളിനോമിയലിൻ്റെ കോഎഫിഷ്യൻസ് വരാം. ഓക്കെ, എഫ് ബിലോങ്സ് ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നതിൻ്റെ മീനിങ് അതാണ് കേട്ടോ. ഇറ്റ് ഈസ് സെറ്റ് ടു അൻഹിലേറ്റ് ടി. ഇത് ടിയെ അൻഹിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്ന അൻഹിലേറ്റിംഗ് പോളിനോമിയൽ ആണെന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് ദാറ്റ് ലീനിയർ ഓപ്പറേറ്റർ ഈക്വൽ ടു 0 കിട്ടണം. അതായത് എഫ് ഓഫ് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ എന്താണെന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ, എഫ് ഓഫ് ടി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് പറയാം എഫ് ഈസ് ആൻ അൻഹിലേറ്റിംഗ് പോളിനോമിയൽ, അല്ലെങ്കിൽ നമുക്ക് പറയാം എഫ് അൻഹിലേറ്റ് ടി എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് ഇതാണ് കേട്ടോ ഡെഫിനേഷൻ. ഇതാണ് ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട്. ഒരു പോളിനോമിയൽ നമ്മളെടുത്തു, ആ പോളിനോമിയൽ ടിയെ അൻഹിലേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ എഫ് ഈസ് എ അൻഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയണമെങ്കിൽ എഫ് ഓഫ് ടി, എഫ് ഓഫ് ദാറ്റ് ലീനിയർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു നോട്ട് പറയുന്നുണ്ട് ഇവിടെ. ഒരു നമ്മളെ ഓൾജിബ്ര, അബ്സ്ട്രാക്ട് ഓൾജിബ്ര ആയിട്ട് കുറച്ച് കണക്റ്റഡ് ആണ് കേട്ടോ ഈ നോട്ട്. നമുക്ക് എന്താ നോക്കാം. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഓവർ എഫ്. ഇഫ് കെ ഈസ് എ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ദാറ്റ് അൻഹിലേറ്റ് ടി, ദെൻ കെ ഈസ് എ നോൺ സീറോ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ്. ഓക്കെ, നമുക്ക് ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ തന്നിട്ടുണ്ട്. ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ആണ്. ഇനി നമ്മളെ കയ്യിൽ ഇഫ് കെ ഈസ് ദ സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഇൻ എഫ് ഓഫ് എക്സ് ദാറ്റ് അൻഹിലേറ്റ് ടി, അതായത് അൻഹിലേറ്റിംഗ് പോളിനോമിയൽസിൻ്റെ കളക്ഷൻ എടുക്കുകയാണ്. എഫ് ഓഫ് എക്സിലെ അൻഹിലേറ്റിംഗ് പോളിനോമിയലിൻ്റെ കളക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ഈ കെ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നോൺ സീറോ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ആയിരിക്കും. എഫ് ഓഫ് എക്സിലെ നോൺ സീറോ ഐഡിയൽ ആയിരിക്കും ആര്? സെറ്റ് ഓഫ് ഓൾ അൻഹിലേറ്റിംഗ് പോളിനോമിയൽസ്. നമ്മൾ എടുക്കുകയാണ്, നമുക്ക് ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട്. ആ ലീനിയർ ഓപ്പറേറ്ററിനെ അൻഹിലേറ്റ് ചെയ്യുന്ന പോളിനോമിയലിൻ്റെ കളക്ഷൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം ആ പോളിനോമിയലിൻ്റെ ആ കളക്ഷൻ എന്തായിരിക്കും? ഇറ്റ് ഈസ് എ നോൺ സീറോ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഐഡിയൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ് ഐഡിയലിൻ്റെ ഡെഫിനിഷൻ എന്നൊക്കെ നിങ്ങൾ ഓൾറെഡി അബ്സ്ട്രാക്ട് ആൾജിബ്രയിൽ പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് പറയാത്തത്. ഇപ്പോൾ കെ ഈസ് എ നോൺ സീറോ ഐഡിയൽ ഇൻ എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഇത്രയും നമ്മൾ പറഞ്ഞുള്ളൂ. സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ്, സെറ്റ് ഓഫ് ഓൾ അൻഹിലേറ്റിംഗ് പോളിനോമിയൽസ് എന്ന് പറയുന്നത് ഇൻ എഫ് ഓഫ് എക്സിൽ എന്തായിരിക്കും? അതൊരു നോൺ സീറോ ഐഡിയൽ ആയിരിക്കും. ഓക്കെ, ഇനി since f of x is a principal ideal domain, K has a unique generator P of x. This polynomial P is called minimal polynomial for T. ഇനി നമ്മൾ പറയുകയാണ് ഈ എഫ് ഓഫ് എക്സ്, അതായത് എഫ് എന്ന് പറയുന്ന ഫീൽഡാണ്. ക്യാപിറ്റൽ എഫ്, ഇവിടെ ക്യാപിറ്റൽ എഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ പറയുന്ന ഫീൽഡാണ്. അപ്പോൾ നമുക്കറിയാം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനാണ്. അത് ഓൾറെഡി നിങ്ങൾ പ്രൂവ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. എഫ് ഫീൽഡ് ആകുമ്പോൾ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈന് ഒരു യുണീക്ക് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനിൽ ഏതൊരു ഐഡിയലിനും എന്തുണ്ടാവും? ഒരു യുണീക്ക് ജനറേറ്റർ ഉണ്ടാവും. അപ്പോൾ എഫ് ഓഫ് എക്സ് ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആണെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ഓൾ അൻഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയുന്നത് ഒരു ഐഡിയൽ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ ഐഡിയലിന് എന്തുണ്ടാവും? ഒരു യുണീക്ക് ജനറേറ്റർ ഉണ്ടാവും. അതൊരു പോളിനോമിയൽ ആയിരിക്കില്ലേ? ഓക്കെ, അതൊരു അനിഹിലേറ്റ് ചെയ്യുന്ന പോളിനോമിയൽ ആയിരിക്കില്ലേ? ഇപ്പോൾ പി ഓഫ് എക്സ്, അതായത് അനിഹിലേറ്റിംഗ് പോളിനോമിയൽസിൻ്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു യുണീക്ക് ജനറേറ്റർ ഉണ്ടാവും. ആ ജനറേറ്ററിനെ നമ്മൾ എന്ത് വിളിച്ചു? പി ഓഫ് എക്സ് എന്ന് പറഞ്ഞു. ഈ പി ഓഫ് എക്സ്, ദിസ് പോളിനോമിയൽ, ഈ പി ഓഫ് എക്സിന് നമ്മൾ പറയുന്ന പേരാണ് മിനിമൽ പോളിനോമിയൽ ഫോർ ടി.
അപ്പോൾ നമ്മൾ പറഞ്ഞത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈനാണ്. നമ്മൾ പറഞ്ഞു സെറ്റ് ഓഫ് ഓൾ അനിഹിലേറ്റിംഗ് പോളിനോമിയൽ എന്ന് പറയുന്ന ഒരു ഐഡിയലാണ്. അതുകൊണ്ട് തന്നെ അതിന് എന്തുണ്ടാവും? ഒരു യുണീക്ക് ജനറേറ്റർ ഉണ്ടാവും. പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആയതുകൊണ്ട് കേട്ടോ, ഒരു യുണീക്ക് ജനറേറ്റർ ഉണ്ടാവും. ആ ജനറേറ്ററിനെ നമ്മൾ പി ഓഫ് എക്സ് എന്ന് വിളിച്ചു. ആ ജനറേറ്ററിൻ്റെ പേരാണ് എന്ത്? മിനിമൽ പോളിനോമിയൽ. ആ ജനറേറ്ററിനെ നമ്മൾ പറയുന്ന പേരാണ് മിനിമൽ പോളിനോമിയൽ. അപ്പോൾ ഇത്രയും പറഞ്ഞുള്ളൂ. സെറ്റ് ഓഫ് ഓൾ അനിഹിലേറ്റിംഗ് പോളിനോമിയലിന് എന്ന് പറയുന്ന ഐഡിയൽ ഉണ്ട്. അതിലെ ജനറേറ്റിംഗ് പോളിനോമിയൽ ആണ് എന്ത്? മിനിമൽ പോളിനോമിയൽ ഫോർ ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒരു ജസ്റ്റ് ഒരു നോട്ട് പറയാം. അതായത് ഇത് എന്താണ് മിനിമൽ പോളിനോമിയൽ എന്നുള്ള ഡെഫിനിഷൻ നോക്കാം. ഇഫ് ടി ഈസ് എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഓവർ എഫ്, the minimal polynomial for t is the unique monic generator of the ideal of polynomials that annihilates t. നമ്മൾ തൊട്ട് നേരത്തെ പറഞ്ഞത് തന്നെയാണ് കേട്ടോ. ഒന്നുകൂടെ ഡെഫിനേഷനായിട്ട് നമ്മൾ പറയുകയാണ്. നോട്ടായിട്ടാണ് പറഞ്ഞത്, അപ്പോൾ ഡെഫിനേഷനായിട്ട് പറയുകയാണ്. ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഓവർ എഫ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ദ മിനിമൽ പോളിനോമിയൽ ഫോർ ടി. ഈ ടി എന്ന് പറയുന്ന ഓപ്പറേറ്ററിൻ്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് ദ യുണീക്ക് മോണിക് ജനറേറ്റർ ഓഫ് ദ ഐഡിയൽ ഓഫ് പോളിനോമിയൽസ് ദാറ്റ് അനിഹിലേറ്റ് ടി. അതായത് ടിയെ അനിഹിലേറ്റ് ചെയ്യുന്ന പോളിനോമിയൽസിൻ്റെ കളക്ഷൻ ഒരു ഐഡിയൽ ആണെന്ന് പറഞ്ഞു. ആ ഐഡിയലിൻ്റെ മോണിക് ജനറേറ്ററിനെയാണ് നമ്മളിന്ന് പറയുന്നത്. അത് ജനറേറ്റർ ആണ്, അത് എന്തും കൂടി ആയിരിക്കണം? മോണിക് ജനറേറ്റർ. പോളിനോമിയൽ എന്തായിരിക്കണം? മോണിക് പോളിനോമിയൽ ആയിരിക്കണം. അതിന് നമ്മൾ അത് യുണീക്കായിട്ട് ഉണ്ടാവാന്ന് പറഞ്ഞു. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഐഡിയൽ ഡൊമൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം അതിനെയാണ് നമ്മൾ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത്. ദ മിനിമൽ പോളിനോമിയൽ ഫോർ ടി ഈസ് ദ യുണീക്ക് monic generator of the ideal of polynomial that annihilate t. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഡീറ്റെയിൽഡ് ആയിട്ട് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയും. ഇതാണ് ഇതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നമുക്ക് മിനിമൽ പോളിനോമിയലിൻ്റെ കുറച്ച് ക്യാരക്ടറൈസേഷൻ നോക്കാം. ഇത്രയേ ഉള്ളൂ. ദ മിനിമൽ പോളിനോമിയൽ ടി ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ ഫോളോയിങ്. അപ്പോൾ ഫസ്റ്റ് വൺ ഇതാണ്. പി ഈസ് എ മോണിക് പോളിനോമിയൽ ഓവർ എഫ്. രണ്ടാമത്തത് പി ഓഫ് ടി ഈക്വൽ ടു 0, ദാറ്റ് ഈസ് പി അനിഹിലേറ്റ്സ് ടി. മൂന്നാമത്തത് നോ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് പി ക്യാൻ അനിഹിലേറ്റ് ടി. നാലാമത്തത് എഫ് അനിഹിലേറ്റ്സ് ടി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് ഈക്വൽ ടു പി ഇൻറ്റു ജി ഫോർ സം പോളിനോമിയൽ ജി. ഓക്കെ, നമുക്ക് മിനിമൽ പോളിനോമിയലിന് കുറച്ച് പ്രത്യേകതകൾ നോക്കാം. എന്താണ് മിനിമൽ പോളിനോമിയൽ എന്ന്? അപ്പോൾ എന്തൊക്കെയാണ് മിനിമൽ പോളിനോമിയലിൻ്റെ പ്രത്യേകതകൾ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ പറഞ്ഞു മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ യുണീക്ക് മോണിക് പോളിനോമിയലാണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? യുണീക്ക് മോണിക് ജനറേറ്റർ ഓഫ് ദ ഐഡിയൽ ഓഫ് പോളിനോമിയൽസ് ദാറ്റ് അനിഹിലേറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതെല്ലാം അതിൻ്റെ പ്രത്യേകതകളാണ്. അപ്പോൾ അതിൽ ഓരോന്നും എണ്ണി പറഞ്ഞിരിക്കുകയാണ് ഇവിടെ. അപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ആദ്യത്തേത് പറയുന്നത് ഇതേയുള്ളൂ. പി ഈസ് ദ മോണിക് പോളിനോമിയൽ ഓവർ എഫ്. അപ്പോൾ നമുക്ക് മോണിക് പോളിനോമിയൽസിനെയാണ് നമുക്ക് എപ്പോഴും മിനിമൽ പോളിനോമിയൽ എന്തായിരിക്കും? ഒരു മോണിക് പോളിനോമിയൽ ആയിരിക്കും. ഇപ്പോൾ x-1 എന്ന് പറയുന്നത് 2x-1 എന്ന് 2x-2 എന്ന് പറയുന്നതും x-1 എന്ന് പറയുന്നതും x-1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ. അപ്പോൾ നമുക്ക് 2x-2 എന്ന് പറയുന്നത് കൊണ്ട് ചിലപ്പോൾ ജനറേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ എടുക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? മോണിക് പോളിനോമിയലാണ്. അതുകൊണ്ട് തന്നെ x-1 ആയിരിക്കും. അപ്പം കോഎഫിഷ്യൻ്റ് എന്താണ്? ലീഡിങ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്തായിരിക്കണം? 1 ആയിരിക്കണം കേട്ടോ. മോണിക് പോളിനോമിയൽ എന്ന് പറയുന്നതിൻ്റെ മീനിങ്. അപ്പോൾ പി എന്ന് പറയുന്നത് എന്തായിരിക്കണം? മോണിക് പോളിനോമിയൽ ആയിരിക്കണം. നമ്മൾ എടുക്കുന്ന മിനിമൽ പോളിനോമിയലിൻ്റെ പ്രത്യേകത എന്താ? അത് മോണിക് പോളിനോമിയൽ ആയിരിക്കണം. ഒന്നാമത്തെ പ്രത്യേകത ഏതാണ്? ഇനി രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു പി ഓഫ് ടി എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞിട്ടുണ്ട് സെറ്റ് ഓഫ് ഓൾ അനിഹിലേറ്റിംഗ് പോളിനോമിയലിൻ്റെ ജനറേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതും എന്തായിരിക്കും? അതും ടിയെ അനിഹിലേറ്റ് ചെയ്യുന്ന പോളിനോമിയലായിരിക്കും. സോ പി ഓഫ് ടി ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ് പി അനിഹിലേറ്റ്സ് ടി. പി ഓഫ് ടി ഈക്വൽ ടു 0 ആയിരിക്കും. പി എന്ന് പറയുന്ന മിനിമൽ പോളിനോമിയലും ടിയെ അനിഹിലേറ്റ് ചെയ്യും. ഓക്കെ, ഇനി മൂന്നാമത്തത് എന്താ? നോ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് പി ക്യാൻ അനിഹിലേറ്റ് ടി. അതായത് അതായത് പി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ അതിനേക്കാളും ചെറിയ ഡിഗ്രിയുള്ള പോളിനോമിയൽ ഒന്നും തന്നെ ടിയെ അനിഹിലേറ്റ് ചെയ്യില്ല. നോ പോളിനോമിയൽ ഓഫ് ഡിഗ്രി ലെസ് ദാൻ ദ ഡിഗ്രി ഓഫ് പി. പി എന്ന് പറയുന്ന മിനിമൽ പോളിനോമിയലിനേക്കാളും ചെറിയ ഡിഗ്രിയുള്ള
പോളിനോമിയൽസ് ഒന്നും ടിയെ അനിഹിലേറ്റ് ചെയ്യില്ല. അതായത് പി ഓഫ് ടി എന്ന് പറയുന്ന നമ്മൾ പി എന്ന് പറയുന്ന പോളിനോമിയലാണ് ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ദാറ്റ് അനിഹിലേറ്റ് ടി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഓക്കെ, നോക്കാം. If f annihilates t if and only if f equal to p into g for some polynomial g. അതായത് എഫ് എന്ന് പറയുന്ന മറ്റൊരു പോളിനോമിയൽ ഇത് ടിയെ അനിഹിലേറ്റ് ചെയ്യുന്നു, എഫ് ഓഫ് ടി ഈക്വൽ ടു 0 എങ്കിൽ നമുക്ക് എഫിനെ ഈ പി, അതായത് നമ്മളെ മിനിമൽ പോളിനോമിയലിൻ്റെ സം അതർ പോളിനോമിയൽ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പി ഇൻറ്റു ജി എന്ന് എഴുതാൻ പറ്റും. അപ്പം നമ്മളുടെ സെറ്റ് ഓഫ് ഓൾ അനിഹിലേറ്റിംഗ് പോളിനോമിയലിൻ്റെ കളക്ഷനിലെ ഏതൊരു പോളിനോമിയലും, മിനിമൽ പോളിനോമിയൽ അല്ലാത്ത ഏതൊരു പോളിനോമിയലിനെയും മിനിമൽ പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. അതാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൻ്റെ എന്തായിട്ട് പറയാനുള്ളത്, പ്രോപ്പർട്ടീസായിട്ട് പറയാനുള്ളത്. ഇനി ഒരു ഡെഫിനേഷൻ നോക്കാം നമുക്ക്. അതായത് നമ്മൾ ഇത്ര നേരം ഓപ്പറേറ്ററിലാണ് കേട്ടോ പറഞ്ഞത്. അപ്പം നമ്മളിനി മെട്രിക്സിൽ പറയുകയാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓപ്പറേറ്ററിൽ പറയുന്ന കാര്യങ്ങളെല്ലാം മെട്രിക്സിൽ പറയാൻ പറ്റുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പം നമ്മൾ ഇത്ര നേരം ടി എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്ററിലാണ് പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് എന്താണ്, എ എന്ന് പറയുന്ന മെട്രിക്സിൽ പറയാൻ പോവാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഇഫ് എ ഈസ് ആൻ n by n മെട്രിക്സ് ഓവർ എഫ്, ദ മിനിമൽ പോളിനോമിയൽ ഫോർ എ ഈസ് ദ യുണീക് മോണിക് ജനറേറ്റർ ഓഫ് ദ ഐഡിയൽ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫ് ദാറ്റ് അനിഹിലേറ്റ്സ് എ. അതായത് ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ പറഞ്ഞേ. എ എന്ന് പറയുന്ന ഒരു n by n മെട്രിക്സ് ആണ്. ഓക്കെ, എ എന്ന് പറയുന്ന ഒരു n by n മെട്രിക്സ് ആണ്. ദ മിനിമൽ പോളിനോമിയൽ ഫോർ എ, ഈ എ എന്ന് പറയുന്ന മെട്രിക്സിൻ്റെ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾസോ ദ യുണീക് മോണിക് ജനറേറ്റർ ഓഫ് ദ ഐഡിയൽ ഓഫ് പോളിനോമിയൽസ് ഓവർ എഫ് ദാറ്റ് അനിഹിലേറ്റ്സ് എ. അതായത് എ അനിഹിലേറ്റ് ചെയ്യുന്ന സെറ്റ് ഓഫ് ഓൾ പോളിനോമിയൽസ് ഉണ്ട്, അതൊരു ഐഡിയലാണ്. ആ ഐഡിയലിൻ്റെ യുണീക് മോണിക് ജനറേറ്ററിനെയാണ് നമ്മൾ പറയുന്നത് എന്ത്, അതായത് എഫ് എന്ന് പറയുന്ന ഒരു പോളിനോമിയൽ എടുത്തു, അതിൽ എഫ് ഓഫ് എ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 0 കിട്ടണം. അതാണ് നമ്മളുടെ അനിഹിലേറ്റിംഗ് എന്ന് പറയുന്നത്. അനിഹിലേറ്റ് അതായത് അത് നമ്മൾ പോളിനോമിയൽ അനിഹിലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതാ മീനിങ് കേട്ടോ മെട്രിക്സിന്. അപ്പോൾ നമുക്ക് എപ്പോഴും ഓപ്പറേറ്ററിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ എവിടെയും പറയാൻ പറ്റും, നമുക്കൊരു മെട്രിക്സിലും പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ കറസ്പോണ്ടിങ് ഡെഫിനിഷൻ നമ്മളിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്കൊരു തിയറം പറയാം. ഈ തിയറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറമാണ്, നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു തിയറമാണ്. പക്ഷേ പ്രൂഫൊക്കെ വളരെ സിമ്പിളാണ്, നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എന്താ തിയറം എന്ന് നോക്കാം. ലെറ്റ് ടി ബി എ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ഓവർ എഫ്, ഓർ ലെറ്റ് എ ബി an n by n matrix over f. The characteristic polynomial and the minimal polynomial for t or for a have the same roots except for multiplicities. ഓക്കെ, ഇത്രേ പറയുന്നുള്ളൂ കേട്ടോ. ടി എന്ന് പറയുന്നത് ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എഫ്. നമ്മൾ പറഞ്ഞു ടിക്ക് പറയുന്ന ഡെഫിനിഷൻസ് എല്ലാം എന്തിനും പറയാൻ പറ്റും, നമുക്ക് മെട്രിക്സിനും പറയാൻ പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് എന്താ, ഒരു n by n മെട്രിക്സ് ആണെന്ന് എടുത്തു ഓവർ ദ ഫീൽഡ് എഫ്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന തിയറം ഇതാണ്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിനും മിനിമൽ പോളിനോമിയൽ, നമ്മൾ പറഞ്ഞു ടി എന്ന് പറയുന്ന ഒരു ഓപ്പറേറ്റർ ഉണ്ട്, അതിന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും നമുക്ക്, ഒരു അല്ലെങ്കിൽ എ എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ട്, അതിനൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മിനിമൽ പോളിനോമിയൽ ഡിഫൈൻ ചെയ്തു. അപ്പോൾ നമ്മളൊരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും ഉണ്ട്, ഒരു മിനിമൽ പോളിനോമിയലും ഉണ്ട് അല്ലേ. ഇതിനൊക്കെ എന്തായിരിക്കും, സെയിം റൂട്ടായിരിക്കും ഉണ്ടാവുക, സെയിം സീറോസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്, എന്താ, എക്സെപ്റ്റ് ഫോർ മൾട്ടിപ്ലിസിറ്റീസ്. ആ റൂട്ട്സിൻ്റെ മൾട്ടിപ്ലിസിറ്റി സെയിം ആവണമെന്നില്ല. ഓക്കെ, ആ റൂട്ടിൻ്റെ മൾട്ടിപ്ലിസിറ്റി സെയിം ആവണമെന്നില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ പറഞ്ഞത്. ടി എന്ന് പറയുന്നൊരു ലീനിയർ ഓപ്പറേറ്റർ ഉണ്ട് ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ്. അങ്ങനെയാണെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെയും മിനിമൽ പോളിനോമിയലിൻ്റെയും ഫോർ ടിയുടെ മിനിമൽ പോളിനോമിയലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെയും റൂട്ട് എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഹാവ് സെയിം റൂട്ട്സ് എക്സെപ്റ്റ് ഫോർ മൾട്ടിപ്ലിസിറ്റീസ്. മൾട്ടിപ്ലിസിറ്റി സെയിം ആവണമെന്നില്ല. മൾട്ടിപ്ലിസിറ്റി എന്ന് പറഞ്ഞാൽ എത്ര തവണ റിപ്പീറ്റ് ചെയ്തു എന്നുള്ളതാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. നമ്മളുടെ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന നമ്മളതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലാണ് നമ്മൾ എടുക്കുകയാണ്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ x-1 ദ ഹോൾ ക്യൂബ് ഇൻറ്റു x-2 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്താവണമെന്നില്ല, മൾട്ടിപ്ലിസിറ്റി ഈക്വൽ ആവണമെന്ന് നിർബന്ധമില്ല എന്നാണ് പറഞ്ഞത്.
ഇപ്പോൾ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവാം, എക്സ് മൈനസ് വൺ ദ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് ടു ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് വൺ ദ ഹോൾ ക്യൂബ് ഇൻറ്റു എക്സ് മൈനസ് ടു തന്നെ ആവാം, അല്ലെങ്കിൽ എക്സ് മൈനസ് വൺ ഇൻറ്റു എക്സ് മൈനസ് ടു ആവാം. ഓക്കെ, അതാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഇവിടെ എഫ് ഓഫ് എക്സ് അല്ല കേട്ടോ, ഇവിടെ പി ഓഫ് എക്സ് എഴുതാം. അപ്പോൾ നമ്മളുടെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെയും മിനിമൽ പോളിനോമിയലിൻ്റെയും റൂട്ട്സ് സെയിം ആയിരിക്കും, പക്ഷെ മൾട്ടിപ്ലിസിറ്റി സെയിം ആവണമെന്നില്ല. എത്ര തവണ റൂട്ട് റിപ്പീറ്റ് ചെയ്ത് വന്നു എന്നുള്ളതാവണമെന്നില്ല എന്നർത്ഥം. നിങ്ങൾ ചിന്തിക്കുക, നമ്മളൊരു പ്രോപ്പർട്ടി പറഞ്ഞില്ലേ നാലാമത്തത്, ഏതൊരു പോളിനോമിയൽ അത് ടിയെ അനിഹിലേറ്റ് ചെയ്യുന്ന ഒരു പോളിനോമിയൽ ആണെങ്കിൽ അതെന്തായിരിക്കും, അത് നമ്മളുടെ മിനിമൽ പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു അല്ലേ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ത് ചെയ്യുന്നുണ്ട്, ടിയെ അനിഹിലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, അതിന് ശരിക്കും എന്ത് ചെയ്യാം, മിനിമൽ പോളിനോമിയലിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടല്ലേ എഴുതാൻ പറ്റുക. അപ്പം മിനിമൽ പോളിനോമിയലിൻ്റെയും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെയും ഡിഗ്രി സെയിം ആവണമെന്നില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പം ഇതിൻ്റെ പ്രൂഫ് നമുക്ക് പറയാൻ, റിപ്ലൈ ഒക്കെ കൊടുക്കുന്നല്ലോ. ഓക്കെ, നമുക്ക് ഇവിടെ എന്തൊക്കെയുണ്ട്, ഒരു മിനിമൽ പോളിനോമിയൽ ഉണ്ട്, ഒരു ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഉണ്ട്. നമ്മൾ പ്രൂവ് ചെയ്യാൻ പോകുന്നത് മിനിമൽ പോളിനോമിയലും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും സെയിം റൂട്ട്സ് ആണുള്ളത് എക്സെപ്റ്റ് ഫോർ മൾട്ടിപ്ലിസിറ്റീസ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പ്രൂഫ് പോകണേ നോക്കാം. ലെറ്റ് പി ഓഫ് എക്സ് ബി ദ മിനിമൽ പോളിനോമിയൽ ഫോർ ടി. നമ്മളെടുത്തു പി ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ, ടിയുടെ മിനിമൽ പോളിനോമിയൽ ആണെന്ന് എടുത്തു. മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ അത് ടിയെ അനിഹിലേറ്റ് ചെയ്യും അല്ലേ. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെഴുതാം, പി ഓഫ് ടി ഈക്വൽ ടു 0 എന്നെഴുതാൻ പറ്റും. ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പി ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു മിനിമൽ പോളിനോമിയൽ എടുത്തു, അത് ടിയെ അനിഹിലേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം മിനിമൽ പോളിനോമിയൽസ് എല്ലാം ടിയെ അനിഹിലേറ്റ് ചെയ്യും. സോ നമുക്ക് എന്തെഴുതാം, പി ഓഫ് ടി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി ലെറ്റ് സി ബി സ്കെലാസ്. സ്കെലാസ് എന്നില്ല, സ്കെലാർ. ലെറ്റ് ടി ബി സ്കെലാർ. സി എന്ന് പറയുന്നൊരു സ്കെലാർ എടുത്തു. ഓക്കെ, സി എന്ന് പറയുന്നൊരു സ്കെലാർ എടുത്തു. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് സി ഈസ് എ റൂട്ട് ഓഫ് പി ഇഫ് ആൻഡ് ഓൺലി ഇഫ് സി ഈസ് എ റൂട്ട് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഫോർ ടി. അതായത് നമുക്കിവിടെ എന്താ ശരിക്കും പ്രൂവ് ചെയ്യാനുള്ളത്, സി എന്ന് പറയുന്നൊരു സ്കെലാർ എടുത്തു കേട്ടോ. ഇനി ഈ സി എന്ന് പറയുന്നത് പി എന്ന് പറയുന്ന മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയണം, സി എന്ന് പറയുന്നത് ആരുടെയും കൂടെ റൂട്ടാണെന്ന് പ്രൂവ് ചെയ്യണം, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടാണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് തിരിച്ച് പ്രൂവ് ചെയ്യണം, സി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടാണെന്നും പ്രൂവ് ചെയ്യണം അല്ലേ. രണ്ടിനും സെയിം റൂട്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇപ്പോൾ സി എന്ന് പറയുന്നൊരു സ്കെലാർ എടുത്തു കഴിഞ്ഞാൽ അതൊരാളുടെ റൂട്ടാണെങ്കിൽ മറ്റേ ആളുടെ റൂട്ടാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. ഓക്കെ, അതായത് വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of C equal to 0 if and only if C is a characteristic value of T. ഓക്കെ, ഇവിടെയാണ് കാര്യം വരുന്നത്. അതായത് നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം, സി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടാണ് എന്ന് പറഞ്ഞാൽ മിനിമൽ പോളിനോമിയൽ P of C equal to 0 ആയിരിക്കണം അല്ലേ. വി ഹാവ് ടു പ്രൂവ് ദാറ്റ് P of C equal to 0. അങ്ങനെയെങ്കിൽ സി ആരുടെയും കൂടെ റൂട്ടാവണം, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെയും കൂടെ റൂട്ടാവണം. ഇനി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സിനെ നമ്മൾ പറയുന്ന പേരാണ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയും അല്ലേ. അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത് ശരിക്കും, പി ഓഫ് സി, അതായത് സി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടാണെങ്കിൽ നമുക്ക് എന്ത് പറയണം, സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെന്ന് പ്രൂവ് ചെയ്യണം. കാരണം എന്താ, അത് സി എന്ന് പറയുന്നത് സി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റൂട്ട് ഓഫ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്നാണ്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ പോളിനോമിയലിൻ്റെ റൂട്ടിൻ്റെ പേരാണെന്ത്, ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ പി ഓഫ് സി ഈക്വൽ ടു 0 എന്ന് പി ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പ്രൂവ് ചെയ്താൽ മതി. ഇനി സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് പറഞ്ഞാൽ സി എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടാണ് എന്ന് പറഞ്ഞാൽ അത് മിനിമൽ പോളിനോമിയലിൻ്റെയും കൂടെ റൂട്ടാണെന്നും കൂടെ പറയണം. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാം ആയി. ഓക്കെ, സെയിം റൂട്ടാണെന്നുള്ളതായി. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് പറയുന്നത് നോക്കാം. നമ്മളെ കയ്യിൽ എന്തുണ്ട്, പി എന്ന് പറയുന്ന ഒരു മിനിമൽ പോളിനോമിയൽ ഉണ്ട്. ആ മിനിമൽ പോളിനോമിയലിനെ നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യുകയാണ്. ഇനി ദെൻ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു സം ക്യൂ ഓഫ് എക്സ് എന്നെഴുതാൻ പറ്റും ഫോർ സം പോളിനോമിയൽ ക്യൂ ബൈ ഫാക്ടർ തിയറം ഫോർ പോളിനോമിയൽസ്. അതായത് ഞാൻ പറയുകയാണ് പി ഓഫ്, നമ്മളിപ്പോൾ അസ്യൂം ചെയ്യുന്നത് ഇതാണ് കേട്ടോ. അതായത് നമ്മൾ ഫസ്റ്റ് അസ്യൂം ചെയ്യാണ്
സപ്പോസ് ദാറ്റ് പി ഓഫ് സി ഈക്വൽ ടു 0. നമ്മളിത് ഈ ഇംപ്ലൈ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. പി ഓഫ് സി ഈക്വൽ ടു 0 ഇംപ്ലൈസ് സി ഈസ് ദ റൂട്ട് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, അല്ലെങ്കിൽ സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തു സപ്പോസ് ദാറ്റ് പി ഓഫ് സി ഈക്വൽ ടു 0. ഇനി പി എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ റൂട്ടാണ് സി. അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം എക്സ് മൈനസ് സി എന്ന് പറയുന്ന പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിൻ്റെ ഫാക്ടർ ആണെന്ന് പറയാം, അല്ലേ? ഇതൊക്കെ നമ്മൾ ഈ തിയറി ഓഫ് ഇക്വേഷൻസിലും അതുപോലെ പോളിനോമിയൽസിൻ്റെ സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫാക്ടർ തിയറി അനുസരിച്ച് നമുക്ക് എന്തെഴുതാൻ പറ്റും? പി ഓഫ് എക്സ് ഈക്വൽ ടു സം എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. അതായത് ഇവിടെ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, ജസ്റ്റ് നോക്കാം. നമ്മൾ പറഞ്ഞു പി ഓഫ് സി ഒരു മിനിറ്റ് നമ്മൾ പറഞ്ഞു പി ഓഫ് സി ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞു. പി ഓഫ് സി ഈക്വൽ ടു 0 ആണെന്ന് പറഞ്ഞാൽ എക്സ് ഈക്വൽ ടു സി ഈസ് എ റൂട്ട് എന്നാണ് മീനിങ്, അല്ലേ? അതായത് എക്സ് മൈനസ് സി എന്ന് പറയുന്നത് ഒരു ഫാക്ടർ ആണെന്നാണ് മീനിങ്. അതായത് നമ്മളുടെ പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? സം എക്സ് മൈനസ് സി ഇൻറ്റു സം അതർ പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റും എന്നാണ് നമ്മുടെ ഫാക്ടർ തിയറി അനുസരിച്ച് നമുക്കിതൊക്കെ പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് എഴുതി? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു സം ക്യൂ ഓഫ് എക്സ് നമ്മൾ 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ എഴുതുന്നതിൻ്റെ പ്രത്യേകത എന്താ? ഈ പി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാളും ചെറുതാവും ആര്? ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിചാരിച്ചാലും മതി, പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ നമ്മൾ എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോളിനോമിയലാണ് ക്യൂ ഓഫ് എക്സ്. ഇതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് പ്ലസ് 0 എന്ന് എഴുതാം. അങ്ങനെ എഴുതിയതാണെന്ന് വിചാരിച്ചാലും മതി. അപ്പം നിങ്ങൾ നോക്കുക, എപ്പോഴും ഈ ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി ആരുടെ ഡിഗ്രിയേക്കാളും കുറവായിരിക്കും? പി ഓഫ് എക്സിൻ്റെ ഡിഗ്രിയേക്കാളും കുറവായിരിക്കും, അല്ലേ? അപ്പം നമുക്ക് പറയാം ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത് അയ്യോ പോയല്ലോ, ഒരു മിനിറ്റ്. ഓക്കെ, അപ്പോൾ പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് ഫോർ സം പോളിനോമിയൽ ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാം. ബൈ ഫാക്ടർ തിയറി നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി ഡിഗ്രി ഓഫ് ക്യൂ എന്ന് പറയുന്നത്, ഓക്കെ നിങ്ങൾ നോക്കുക, ഡിഗ്രി ഓഫ് ക്യൂ ഈസ് ഓൾവേസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി. നമ്മൾ പറഞ്ഞു പി ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയലിനെ നമ്മൾ എക്സ് മൈനസ് സി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോളിനോമിയലാണ് ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുക, പി ഓഫ് എക്സിനേക്കാളും എപ്പോഴും ഡിഗ്രി കുറവായിരിക്കും ക്യൂ ഓഫ് എക്സിന്, അല്ലേ? നമുക്ക് പറയാം ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് എക്സ് ഓൾവേസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ഓഫ് എക്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ആരെ അനിഹിലേറ്റ് ചെയ്യില്ല? ടിയെ അനിഹിലേറ്റ് ചെയ്യില്ല. കാരണം എന്താ? ഇവിടെ പി ഓഫ് എക്സ് എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലാണ്. അപ്പം അതിനേക്കാളും ഡിഗ്രി കുറവായിട്ടുള്ള ഒരു പോളിനോമിയൽ ടിയെ അനിഹിലേറ്റ് ചെയ്യില്ല. അത് നമുക്കറിയാം, അല്ലേ? അപ്പോൾ നമുക്ക് പറയാം ഡിഗ്രി ഓഫ് ക്യൂ ഈസ് ലെസ് ദാൻ ഡിഗ്രി ഓഫ് പി ആയതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ക്യൂ എന്ന് പറയുന്ന പോളിനോമിയൽ, ക്യൂ ഓഫ് എക്സ് എന്ന് പറയുന്ന പോളിനോമിയൽ ഡസ് നോട്ട് അനിഹിലേറ്റ് ടി. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് എന്താവില്ല? 0 ആവില്ല. ദാറ്റ് ഈസ് ക്യൂ ഓഫ് ടി ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കേട്ടോ. ഇനി നമ്മൾ കുറച്ച് കൺസ്ട്രക്ഷൻ പറയുകയാണ്. അതായത് നമുക്ക് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടാണെന്നല്ലേ പ്രൂവ് ചെയ്യേണ്ടത്, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ ക്യൂ ഓഫ് ടി നോട്ട് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമ്മൾ എഴുതുകയാണ് therefore there exists a beta in V such that Q of T into beta is not equal to 0. അതായത് നമ്മളൊരു ബീറ്റ എടുത്തു. ഈ ബീറ്റ എന്ന് പറയുന്നത് നോൺ സീറോ ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മളെടുത്തു ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ ഈസ് നോൺ സീറോ എന്ന് എടുക്കാമല്ലോ. ക്യൂ ഓഫ് ടി എന്ന് പറയുന്നത് നോൺ സീറോ ആണ്, ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്താ? വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുക്കാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞു ക്യൂ ഓഫ് ടി എന്ന് പറയുന്ന അനിഹിലേറ്റ് ചെയ്യില്ല. അതായത് ക്യൂ ഓഫ് ടി എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്ററിനെ ഒരിക്കലും 0 മാപ്പ് ചെയ്യില്ല. അപ്പം നമ്മൾ ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് 0 ആയാലും കുഴപ്പമില്ല. ബീറ്റ എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് വിയിൽ എടുത്തു കഴിഞ്ഞാൽ അത് ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് എന്താവില്ല ഒരിക്കലും. കാരണം ക്യൂ ഓഫ് ടി എന്ന് പറയുന്ന ഓപ്പറേറ്റർ 0 മാപ്പ് ചെയ്യുന്നില്ല ഒരു എലമെൻറ്റിനെയും. അപ്പോൾ ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ എന്ന് പറയുന്നത് നോൺ സീറോ എന്ന് എഴുതാൻ പറ്റും. ഇനി ഈ ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ എന്ന് പറയുന്ന എലമെൻറ്റിനെ ഞാൻ ആൽഫ എന്ന് വിളിച്ചു. ഓക്കെ, ലെറ്റ് ആൽഫ ഈക്വൽ ടു ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ. അങ്ങനെയാണെങ്കിൽ ഇത് നോക്കുക നിങ്ങൾ, ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ, ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ
അതായത് ഇതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ് ഓഫ് ബീറ്റ. ഇത് എവിടെയാണ് കിടക്കുക ശരിക്കും? ടി എന്ന് പറയുന്നത് ലീനിയർ ഓപ്പറേറ്റർ ടു വി ആണ്. അതുകൊണ്ട് തന്നെ ആൽഫ എന്ന് പറയുന്ന എലമെന്റ് എവിടെ കിടക്കും? വിയിൽ കിടക്കും. ആൽഫ എന്ന് പറയുന്ന ആരല്ല? 0 അല്ല എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ആൽഫ എന്ന് പറയുന്നത് വിയിലെ ഒരു നോൺ സീറോ എലമെന്റ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നിങ്ങൾ നോക്കാം, നമ്മൾ പി ഓഫ് ടി ഇൻറ്റു ബീറ്റ എടുത്തു കഴിഞ്ഞാൽ പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ എന്താ? അത് 0 ആണ്. പി ഓഫ് ടി എന്ന് പറഞ്ഞാൽ അത് 0 ആണ്. കാരണം പി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയൽ ആണ്. സോ പി ഓഫ് ടി ഇൻറ്റു ബീറ്റേനെ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റും അല്ലേ? ഇനി പി ഓഫ് ടീനെ നമുക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് ടി ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മൾ പറഞ്ഞു പി ഓഫ് ടി എന്ന് പറയുന്ന പോളിനോമിയൽ, നമ്മൾ ഈ ബീറ്റയ്ക്ക് ഒരു മിനിറ്റ്, ഓക്കെ, നമ്മൾ പി ഓഫ് ടീനെ നമ്മൾ എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഒരു മിനിറ്റ്, ഇതൊക്കെ ഒന്ന് കളയട്ടെ, ഇവിടെ എഴുതാനൊരു സുഖമില്ല. ഞാൻ ക്ലാസ് മറ്റു രീതിയിൽ എടുക്കുന്നതുകൊണ്ടേ ഇത് എഴുതുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന പോലെ തോന്നും. മറ്റേത് എഴുതി പറയുമ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. എനിക്ക് ഒന്നുകൂടെ നോക്കാം, വെയിറ്റ്. നമുക്ക് പി ഓഫ് ടീനെ നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്? പി ഓഫ് ടി വിച്ച് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ്, അതായത് പി എന്ന് പറയുന്ന പോളിനോമിയൽ നമ്മൾ എഴുതിയത് ശരിക്കും പി ഓഫ് എക്സിനെ നമ്മൾ എഴുതിയത് അല്ലേ? പി ഓഫ് ടീനെ അല്ലല്ലോ, പി ഓഫ് എക്സിനെ അല്ലേ നമ്മൾ എഴുതിയത്? നമ്മളിതാ എഴുതിയത് പി ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതി അല്ലേ? ഇങ്ങനെ എഴുതി. ഇനി പി ഓഫ് ടീനെ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് മൈനസ് എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് പോകും? ടി മൈനസ് സി എന്ന് പറയുന്നത് ഓപ്പറേറ്ററായിട്ട് മാറണം. ടി മൈനസ് സി ഐ ഇൻറ്റു ക്യൂ ഓഫ് ടി എന്നാവും. അതാണ് എഴുതിയിരിക്കുന്നത്. അതായത് പി ഓഫ് ടി ഇൻറ്റു ബീറ്റേനെ നമുക്ക് എങ്ങനെ എഴുതാം? ടി മൈനസ് സി ഐ ഇൻറ്റു ക്യൂ ഓഫ് ടി എന്ന് എഴുതാം, ഇൻറ്റു ബീറ്റ എന്ന് എഴുതി. ഓക്കെ, ഇതിന് നമുക്ക് ശരിക്കും ക്യൂ ഓഫ് ടി ബീറ്റ എന്താണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്? ആൽഫയാണെന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ടി മൈനസ് സി ഐ ഇൻറ്റു ആൽഫ എന്ന് എഴുതിയതിന്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്താ കിട്ടിയത്? ദിസ് ഈസ് ഈക്വൽ ടു 0 എന്നാണ്. സോ 0 ഈക്വൽ ടു ടി ആൽഫ ഈക്വൽ ടു ടി ആൽഫ മൈനസ് സി ആൽഫ എന്ന് കിട്ടി. അതായത് ഇവിടെ നമുക്ക് എന്ത് കിട്ടി? ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്ന് കിട്ടി. ഇതെന്താ സാധനം? സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി എന്ന് കിട്ടി. നമ്മൾ എവിടെയായിരുന്നു തുടങ്ങിയത് ശരിക്കും? സി എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടാണ്. ദാറ്റ് ഈസ് പി ഓഫ് സി ഈക്വൽ ടു 0 എന്നാണ് എടുത്തത്. നമ്മൾ ഫസ്റ്റ് എടുത്തു പി ഓഫ് സി ഈക്വൽ ടു 0 ആണെന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ ഫാക്ടർ തിയർ അനുസരിച്ച് നമുക്ക് പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് സി ഇൻറ്റു ക്യൂ ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. ക്യൂ ഓഫ് എക്സിൻ്റെ ഡിഗ്രി പി ഓഫ് എക്സിനേക്കാളും കുറവായതുകൊണ്ട് അത് ആരെ അനിഹിലേറ്റ് ചെയ്യില്ല? ടീനെ അനിഹിലേറ്റ് ചെയ്യില്ല. അതുകൊണ്ട് ക്യൂ ഓഫ് ടി ഈസ് നോൺ സീറോ ആണെന്ന് പറയാം. ക്യൂ ഓഫ് ടി നോൺ സീറോ ആയതുകൊണ്ട് തന്നെ നമുക്കൊരു ബീറ്റ ഇൻ വി ഉണ്ട് സച്ച് ദാറ്റ് ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റ ഈസ് നോൺ സീറോ. നമ്മൾ എന്നിട്ട് ആ ക്യൂ ഓഫ് ടി ഇൻറ്റു ബീറ്റേനെ നമ്മൾ ആരെന്ന് വിളിച്ചു? നമ്മൾ ആൽഫ എന്ന് വിളിച്ചു. ഇനി നമുക്കറിയാം 0 ഈക്വൽ ടു പി ഓഫ് ടി ഇൻറ്റു ബീറ്റ എന്ന് എഴുതാൻ പറ്റും അല്ലേ? അപ്പം പി ഓഫ് ടി എന്താന്ന് എഴുതി, അങ്ങനെ എഴുതി വന്നപ്പോൾ നമുക്ക് ആരെന്താന്ന് കിട്ടി? ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആണെന്ന് കിട്ടി. അതായത് സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി. ഇത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടിയുടെ ഡെഫിനേഷൻ അല്ലേ? ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂവിൻ്റെ ഡെഫിനേഷനാണിത്. സോ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ, ദെർഫോർ സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി. അപ്പം നമ്മൾ എവിടെ നിന്ന് തുടങ്ങി? പി ഓഫ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി. സി ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് പറയാം അതിന് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടിനെയാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ എന്ന് പറയുന്നത്. സോ സി ഈസ് ദ സി ഈസ് ദ റൂട്ട് ഓഫ് ദ പോളിനോമിയൽ, ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടാണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് തിരിച്ച് പറയണ്ടേ? സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ പി ഓഫ് സി ഈക്വൽ ടു 0 ആണെന്ന് പറയണ്ടേ? അപ്പോൾ അതുകൂടെ നമുക്ക് നോക്കാം. കോൺവേഴ്സ്ലി സപ്പോസ് ദാറ്റ് സി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി. അതായത് നമ്മൾ എടുക്കുകയാണ് സി എന്ന് പറയുന്നത് ടിയുടെ ഒരു ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെന്ന് എടുത്തു. ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ ബൈ ഡെഫിനിഷൻ വി ക്യാൻ റൈറ്റ് there exists a alpha not equal to 0 in V such that T alpha equal to C alpha. ഓക്കെ, നമുക്ക് എഴുതാം ഒരു ആൽഫ നോൺ സീറോ ആൽഫ ഉണ്ടാവണം സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു മുമ്പൊരു ലെമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ലെമ്മയാണ് ഈ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ദെൻ ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ഇംപ്ലൈസ് പി ഓഫ് ടി ഇൻറ്റു ആൽഫ ഈക്വൽ ടു പി ഓഫ് സി ഇൻറ്റു ആൽഫ. നമ്മൾ പ്രൂവ് ചെയ്ത ലെമ്മയാണ് കേട്ടോ. ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ ഇംപ്ലൈസ് പി ഓഫ് ടി ഇൻറ്റു ആൽഫ ഈക്വൽ ടു പി ഓഫ് സി ഇൻറ്റു ആൽഫ. ഇനി നമ്മൾ എന്ത് പറഞ്ഞു? സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം പി ഓഫ് സി എന്ന് പറയുന്നത് ആരാണ്? 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, സി ഈസ് ദ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി. അതായത്
ടി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് എന്ത് കിട്ടും? ഒരു മിനിറ്റ്, അതല്ല കേട്ടോ, ഇവിടെ റീസൺ ഞാൻ പറഞ്ഞൊന്നും തെറ്റിപ്പോയി. അതായത് പി ഓഫ് ടി ഇൻറ്റു ആൽഫ ഈക്വൽ ടു പി ഓഫ് സി ഇൻറ്റു ആൽഫ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമ്മൾ പറയുന്നത് ശരിക്കും നമ്മൾ പി എന്ന് പറയുന്നത് ആരാണ്? പി എന്ന് പറയുന്ന ആളെ നമ്മൾ കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ആരാണ്? മിനിമൽ പോളിനോമിയലാണ്. മിനിമൽ പോളിനോമിയൽ ആയതുകൊണ്ട് തന്നെ പി ഓഫ് ടി എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ പി ഓഫ് ടി ഇൻറ്റു ആൽഫ എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു ആൽഫ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ പി ഓഫ് ടി ഈക്വൽ ടു 0 കിട്ടിയാൽ ഇവിടെ പി ഓഫ് സി ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് എഴുതാലോ. ഓക്കെ, ഇതിൻ്റെ മീനിങ് എന്താ? അതായത് പി ഓഫ് സി ഇൻറ്റു ആൽഫ എന്ന് പറയുന്നത് 0 ആണ്. പി ഓഫ് സി ഇൻറ്റു ആൽഫ 0 ആണെന്ന് പറഞ്ഞതിൻ്റെ മീനിങ് എന്താ? ഒന്നുകിൽ പി ഓഫ് സി 0 ആവണം, അല്ലെങ്കിൽ ആൽഫ 0 ആവണം അല്ലേ? ഇവിടെ എന്താ? ആൽഫ എന്ന് പറയുന്നത് നോൺ 0 ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൽഫ ഈസ് നോൺ 0, ദെൻ വി ഗെറ്റ് പി ഓഫ് സി ഈക്വൽ ടു 0. ആൽഫ നോൺ 0 ആയതുകൊണ്ട് തന്നെ നമുക്കിവിടെ എന്ത് പറയാം? കാരണം എന്താ? ആൽഫ എന്ന് പറയുന്നത് നോൺ 0 ആണ്. അതാണ് നമ്മൾ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആയിട്ട് എടുത്തിരിക്കുന്നത്. അതായത് സി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണെങ്കിൽ നമുക്ക് പറയാം ദർ എക്സിസ്റ്റ് ആൽഫ നോട്ട് ഈക്വൽ ടു 0 സച്ച് ദാറ്റ് ടി ആൽഫ ഈക്വൽ ടു സി ആൽഫ എന്നല്ലേ എഴുതാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ആൽഫ നോൺ 0 ആണെന്ന്. ആൽഫ നോൺ 0 ആണെങ്കിൽ ഇത് ആരാണെന്ന് എഴുതാം? പി ഓഫ് സി ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? നമുക്ക് എന്താ കിട്ടിയത്? സി എന്ന് പറയുന്ന ഒരു നമ്മൾ എടുത്തിരിക്കുന്നത് സി എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടായിരിക്കും അതെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൂഫ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രൂഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൂഫാണ്. ഓക്കെ, ഇനി നമുക്കൊരു റിമാർക്ക് പറയാനുണ്ട്. ആ റിമാർക്കും കൂടെ പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. കാരണം ഇത് ഒരേ സെക്ഷനിൽ വരുന്ന കാര്യമാണ്. കുറച്ച് വീഡിയോ ലെങ്ത് കൂടുതലായിരിക്കും, കാര്യമാക്കണ്ട. റിമാർക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിമാർക്കാണ്. ഓക്കെ, ലെറ്റ് ടി ബി എ ഡയഗണലൈസബിൾ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് വി ഓവർ എഫ് ഇഫ് c1 c2 etc ck ആർ ദ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് ഓഫ് ടി, then the minimal polynomial for t is p of x equal to x minus c1 x minus c2 etc up to x minus ck. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റിസൾട്ടാണ് ഈ പറയുന്നത്. ടി എന്ന് പറയുന്ന ഒരു ഡയഗണലൈസബിൾ ആണ്. ഡയഗണലൈസബിലിറ്റി എന്താ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞതാണ്. ടി എന്ന് പറയുന്ന ഒരു ഡയഗണലൈസബിൾ ലീനിയർ ഓപ്പറേറ്റർ ഓൺ എ ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് ആണ്. ഇനി c1 c2 etc ck എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണ്. ടിൻ്റെ ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണ്. അതായത് c1 c2 etc ck ഇതൊന്നും സെയിം അല്ല, എല്ലാം ഡിസ്റ്റിങ്ക്റ്റ് ആണ് ടിയുടെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ്. അങ്ങനെയെങ്കിൽ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് c1 ഇൻറ്റു എക്സ് മൈനസ് c2 ഇൻറ്റു എക്സെട്രാ അപ് ടു എക്സ് മൈനസ് ck. അതായത് നമുക്കൊരു ലീനിയർ ഓപ്പറേറ്റർ തന്നിട്ടുണ്ട് കേട്ടോ. ആ ലീനിയർ ഓപ്പറേറ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക് വാല്യൂ നമുക്ക് 1 2 3 എന്നാണ് കിട്ടിയെന്ന് വിചാരിക്കാം. ഇത് മൂന്നും ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ, 3 എണ്ണമാണ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്കൊരു n/n മെട്രിക്സ് തന്നിട്ടുണ്ട്. ആ മെട്രിക്സിൻ്റെ നമ്മൾ എഗൺ വാല്യൂസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക് വാല്യൂസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് 3 ഡിസ്റ്റിങ്ക്റ്റ് കിട്ടിയ 1 2 3 എന്ന്. അങ്ങനെയെങ്കിൽ അതിൻ്റെ മിനിമൽ പോളിനോമിയൽ നമുക്ക് ഈസി ആയിട്ട് എഴുതാൻ പറ്റും. എഴുതാം എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 3. ഇതാണ് കാര്യം. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ പ്രൂവ് ചെയ്യാൻ നോക്കാം നമുക്ക്. പ്രൂഫ് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. തൊട്ട് മുമ്പുള്ള തിയറം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കും. സിൻസ് c1 c2 etc ck are the roots of the characteristic polynomial by the above lemma c1 c2 etc ck are the roots of the minimal polynomial for t. നമ്മൾ പറഞ്ഞു തൊട്ട് മുമ്പുള്ള തിയറം പറഞ്ഞിരിക്കുന്നത് എന്താ? c1 c2 etc ck എന്ന് പറയുന്നത് റൂട്ട്സ് ഓഫ് ദി ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ആണെങ്കിൽ അത് എന്തിൻ്റെയും കൂടെ റൂട്ട്സ് ആയിരിക്കും? മിനിമൽ പോളിനോമിയലിൻ്റെയും കൂടെ റൂട്ടായിരിക്കും നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് മിനിമൽ പോളിനോമിയലിൻ്റെയും കൂടെ റൂട്ടായിരിക്കും. ഈ മിനിമൽ പോളിനോമിയൽ എന്ന് പറഞ്ഞ സാധനം എന്താണ്? ഇറ്റ് ഈസ് ദ നമുക്ക് പറയാൻ പറ്റുന്നത് അതെന്തായിരിക്കും? ഈ സീറോസ് എല്ലാം വരുന്ന ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. അതായത് ക്യാരക്ടറിസ്റ്റിക് നമ്മൾ പറഞ്ഞു മൾട്ടിപ്ലിസിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് അവിടെ കൺഫ്യൂഷൻ ഉള്ളൂ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലും മിനിമൽ പോളിനോമിയലും. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് c1 c2 etc ck എന്ന് പറയുന്നത് മിനിമൽ പോളിനോമിയലിൻ്റെ റൂട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ c1 c2 etc ck എന്ന് പറയുന്ന റൂട്ട് ആവുന്ന രീതിയിൽ നമുക്ക് ഏറ്റവും മിനിമം ആയിട്ടുള്ള എങ്ങനെ പോളിനോമിയൽ എഴുതാൻ പറ്റും? ദ ലോവസ്റ്റ് ഡിഗ്രി മോണിക് പോളിനോമിയൽ വിത്ത് c1 c2 etc ck എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? p of x ഈക്വൽ ടു എക്സ് മൈനസ് c1 ഇൻറ്റു എക്സ് മൈനസ് c2 ഇൻറ്റു എക്സെട്രാ അപ് ടു എക്സ് മൈനസ് ck. ഇങ്ങനെ ഒരു പോളിനോമിയൽ, അതായത് ഈ പോളിനോമിയലിൻ്റെ റൂട്ട്സ് ആണ് c1 c2 etc ck എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് എന്തും കൂടെ പ്രൂവ് ചെയ്താൽ മതി. ഇത് മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ അത് പി ഓഫ് ടിയെ അനിഹിലേറ്റ് ചെയ്യും. അതായത് പി ഓഫ് ടി ഈക്വൽ ടു 0 എന്നും കൂടെ പ്രൂവ് ചെയ്താൽ മതി.
ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. C1 C2 എക്സെട്രാ CK എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. ഇവിടെ ഏറ്റവും വലിയ പ്രത്യേകത ഏതാണ്? C1 C2 C2 എക്സെട്രാ CK എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്, റിപ്പീറ്റഡ് റൂട്ട്സ് ഇല്ല. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിലെ റൂട്ട്സ് തന്നെയാണ് മിനിമൽ പോളിനോമിയൽസിലെന്ന് പറഞ്ഞു. ഇനി നമുക്ക് മിനിമൽ പോളിനോമിയലിനെ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ മിനിമൽ ഈ റൂട്ടുകളെല്ലാം തന്നെ സീറോസ് ആയിട്ട് വരുന്ന, അതായത് ഈ എലമെന്റ് C1 C2 എക്സെട്രാ CK എന്ന് പറയുന്നത് റൂട്ടായിട്ട് വരുന്ന ഒരു മിനിമം ഡിഗ്രി പോളിനോമിയൽ നമുക്ക് എഴുതാൻ പറ്റും. ആ പോളിനോമിയലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, x-c1 × x-c2 × എക്സെട്രാ അപ് ടു x-ck എന്ന് പറയും. ഇനി ഈ P of x എന്ന് പറയുന്ന ഈ ഒരു ലോവസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ, ഇതൊരു ലോവസ്റ്റ് ഡിഗ്രി മോണിക് പോളിനോമിയൽ, ഇത് മിനിമൽ പോളിനോമിയൽ ആണെങ്കിൽ അത് ആരെ അനിഹിലേറ്റ് ചെയ്യണം? ടിയെ അനിഹിലേറ്റ് ചെയ്യുകയും കൂടെ വേണം അല്ലേ? അപ്പോൾ നമുക്കതെങ്ങനെയാണ് നോക്കാം. ഓക്കെ, ലെറ്റ് ആൽഫ ബി എനി ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് ടി. ആൽഫ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എടുത്തു. ലെറ്റ് CI ബി ദ കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ. ആൽഫ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എടുത്തു. അങ്ങനെയാണെങ്കിൽ CI എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബൈ ഡെഫിനേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? T ആൽഫ ഈക്വൽ ടു CI ഇൻറ്റു ആൽഫ എന്ന് എഴുതാൻ പറ്റും. നമുക്ക് മുമ്പ് പഠിച്ച ലെമ്മ അനുസരിച്ച് നമുക്ക് എഴുതാം P of T ഇൻറ്റു ആൽഫ ഈക്വൽ ടു P of CI ഇൻറ്റു ആൽഫ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ പറഞ്ഞു P of CI എന്ന് പറയുന്നത് P of CI, ഇവിടെ നോക്കുക നിങ്ങൾ, P of CI ഇവിടെ ഏത് CI കൊടുത്തു കഴിഞ്ഞാലും P of CI എന്തായി പോയി? 0 ആയിപ്പോയി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്ത് കിട്ടും? വിച്ച് ഇസ് ഈക്വൽ ടു 0 ഇൻറ്റു ആൽഫ, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ഇനി ആൽഫ എന്ന് പറയുന്നത് നോൺ സീറോ ആണെന്ന് നമ്മൾ പറഞ്ഞു. P of T ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 ആണെങ്കിൽ P of T ഈക്വൽ ടു 0 എന്നാണ് ഇവിടെ നിന്ന് കിട്ടുക. അതായത് മിനിമൽ പോളിനോമിയൽ P എന്ന് പറയുന്നത് എന്തിനാ? T അനിഹിലേറ്റ് ചെയ്യുന്നു എന്ന് കിട്ടി. Thus P of T sends every characteristic value of T to 0. അതായത് P of T എന്ന് പറയുന്നത് sends every characteristic value of T to 0. Then നമുക്ക് എന്ത് പറയാം? Since T is അതായത് ഇവിടെ പറയുന്നത് P of T tends every characteristic value of T to 0. അതായത് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ അല്ല കേട്ടോ, ക്യാരക്ടറിസ്റ്റിക് വെക്ടറിനെയാണ്. P of T ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ആൽഫ എന്ന് പറയുന്ന ക്യാരക്ടറിസ്റ്റിക് വെക്ടറിനെ P of T എന്ന് പറയുന്ന ലീനിയർ ഓപ്പറേറ്റർ 0ലേക്ക് മാപ്പ് ചെയ്യുന്നു എന്നല്ലേ മീനിങ്. ഇനി T എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് എലമെന്റ്സ് ആയിട്ട് വരുന്ന ഒരു ബേസിസ് വീക്ക് ഉണ്ട് നമുക്ക് പറയാൻ പറ്റും ബൈ ഡെഫിനിഷൻ അല്ലേ. Since T is diagonalizable, there exists a basis for V consisting of characteristic vectors of T. It follows that P of T sends every vector in V to 0. ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു പറഞ്ഞതിലൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. നമുക്ക് P of T ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി P of T എന്ന് പറയുന്നത് ആദ്യം എന്താണെന്ന് മനസ്സിലാക്കുക. P of T എന്ന് പറയുന്ന ഒരു ലീനിയർ ഓപ്പറേറ്റർ ആണ് കിട്ടുക. ഇപ്പോൾ P of T ദാറ്റ് ലീനിയർ ഓപ്പറേറ്റർ ഈക്വൽ ടു ദ 0 ഓപ്പറേറ്റർ എന്നാണ് പറയേണ്ടത്. അപ്പോൾ 0 ഓപ്പറേറ്റർ ആണെന്ന് പറയാൻ P of T ഈക്വൽ ടു 0 ആണെന്ന് പറയണമെങ്കിൽ, ഒരു ലീനിയർ ഓപ്പറേറ്റർ 0 ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. ബേസിസിലെ എലമെൻസിനെ ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ അതിൻ്റെ ബേസിസിലെ എലമെൻസിനെ 0ലോട്ട് മാപ്പ് ചെയ്യുന്നു. ലീനിയർ ഓപ്പറേറ്റർ ഒരു 0ലോട്ട് മാപ്പ് ചെയ്യുന്നെങ്കിൽ നമുക്ക് പറയാം അത് 0 ഓപ്പറേറ്റർ ആണെന്ന് പറയാം. അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഇതാണ്. നമുക്ക് P of T എന്ന് പറയുന്ന, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, എല്ലാ എലമെൻസിനെയും 0ലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് പറയാം. അപ്പോൾ നമുക്ക് ശരിക്കും എല്ലാ എലമെൻസിനെയും ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ഈ ബേസിസിലെ എലമെൻസിനെ കംപ്ലീറ്റ് ആയിട്ട് 0ലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 0 ട്രാൻസ്ഫോർമേഷൻ ആണെന്നാണ് നമ്മൾ പറയുക അല്ലേ? ശരിയല്ലേ? അപ്പോൾ നമ്മളിവിടെ പറയുന്നത് ഇത്രയേ ഉള്ളൂ. P of T ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, P of T ഇൻറ്റു ആൽഫ ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ ഈ ആൽഫ എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും നമ്മളിവിടെ എടുത്തിരിക്കുന്ന ആൽഫ എന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് വെക്ടർ ഓഫ് T ആണ്. ഇനി നമുക്ക് തന്നിട്ടുണ്ട് T എന്ന് പറയുന്ന ഓപ്പറേറ്റർ ആരാണ്? ഡയഗണലൈസബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഡയഗണലൈസബിൾ ആണെങ്കിൽ നമുക്ക് പറയാം അവിടെ ഒരു ബേസിസ് B ഉണ്ടാവും, സച്ച് ദാറ്റ് ആ ബേസിസിലെ എലമെൻറ്റ്സ് കംപ്ലീറ്റ് ആയിട്ട് ആരാണ്? ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് ആണെന്ന് നമുക്കറിയാം. ഇപ്പം നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഒരു ക്യാരക്ടറിസ്റ്റിക് വെക്ടർ എടുത്തു കഴിഞ്ഞപ്പം അതിനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്തു? 0ലോട്ട് മാപ്പ് ചെയ്തു. അതല്ലേ ഇപ്പോൾ ചെയ്തത്? അത്രയും കാര്യങ്ങൾ മനസ്സിലായില്ലേ? ഇനി അതാണ് കേട്ടോ ഇവിടെ എഴുതിയിരിക്കുന്നത്. സിൻസ് T is diagonalizable, there exists a basis for V consisting of characteristic vectors of T. It follows that P of T sends every vector V in V to 0. അതായത് നമുക്ക്
C1 C2 എക്സെട്ര C എന്ന് പറയുന്ന ഡിസ്റ്റിങ്ക്റ്റ് വെക്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സ് കിട്ടും. ആ ക്യാരക്ടറിസ്റ്റിക് വെക്ടേഴ്സിനെ നമുക്ക് എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? ശരിക്കും നമുക്ക് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യുന്നു? അത് കംപ്ലീറ്റ് ആയിട്ട് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നു. അത് തന്നെ പറഞ്ഞാൽ മതി. നമുക്ക് ആ എലമെൻസിനെ കംപ്ലീറ്റ് ആയിട്ട് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നു എന്ന് പറയാൻ. വി എന്ന് പറയുന്ന എലമെൻസിൽ വി എന്ന് പറയുന്ന വെക്ടർ സ്പേസിലെ ഏതൊരു എലമെൻറ്റിനെയും നമുക്ക് ബേസിസിലെ എലമെൻസിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റും. ബേസിസിലെ എല്ലാ എലമെൻസിനെയും ഈ ലീനിയർ ഓപ്പറേറ്റർ എങ്ങോട്ടേക്കാണ് മാപ്പ് ചെയ്യുന്നത്? സീറോയിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം പി ഓഫ് ടി ഈസ് ദ ലീനിയർ ഓപ്പറേറ്റർ ഓൺ വി, ദാറ്റ് ഈസ് പി ഓഫ് ടി ഈസ് ദ സീറോ ഓപ്പറേറ്റർ. അതായത് പി ഓഫ് ടി എന്ന് പറയുന്നത് സീറോ ലീനിയർ ഓപ്പറേറ്റർ ആണ് എന്ന് പറയാൻ പറ്റും. ദാറ്റ് ഈസ് പി ഓഫ് ടി ഈക്വൽ ടു സീറോ. അതിൻ്റെ മീനിങ് എന്താണ്? പി എന്ന് പറയുന്ന അനിഹിലേറ്റ്സ് ടി. അപ്പം നിങ്ങൾ അനിഹിലേറ്റിംഗ് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. നമുക്കൊരു പോളിനോമിയൽ അനിഹിലേറ്റ് ചെയ്യുന്നു, അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. പി ഓഫ് ടി എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ പറഞ്ഞതാണ്. പി ഓഫ് ടി എന്താ? അതൊരു ലീനിയർ ഓപ്പറേറ്റർ ആണ്. ഓക്കെ, ആ ലീനിയർ ഓപ്പറേറ്റർ സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലീനിയർ ഓപ്പറേറ്ററിൽ ഏതൊരു എലമെൻ്റ് എടുത്ത് വർക്ക് ചെയ്യുമ്പോഴും അതിന് സീറോയിലോട്ടാണ് മാപ്പ് ചെയ്യുന്നത്. അതാണ് മീനിങ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് പറയാം പി എന്ന് പറയുന്ന ഒരു ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയലാണ്. C1 C2 എക്സെട്ര CK എന്ന് പറയുന്നത് റൂട്ടായിട്ട് വരുന്ന ലീസ്റ്റ് പോളിനോമിയൽ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് പറയാം? പി എന്ന് പറയുന്നത് അനിഹിലേറ്റ് ചെയ്യുന്നു. പി ഓഫ് ടി ഈക്വൽ ടു സീറോ. അപ്പോൾ ആ ലീസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അനിഹിലേറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? പി ഈസ് ദ മിനിമൽ പോളിനോമിയൽ ഓഫ് ടി എന്ന് പറയാം. അപ്പോൾ ശരിക്കും നമ്മളിവിടെ എന്താ പ്രൂവ് ചെയ്തത്? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു റിസൾട്ടാണ്. ടി എന്ന് പറയുന്ന ഡയഗണലൈസബിൾ ലീനിയർ ഓപ്പറേറ്റർ ആണ് എന്നെടുത്തിട്ടുണ്ട്. C1 C2 എക്സെട്ര CK എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണെങ്കിലുള്ള കണ്ടീഷനാണ് പറയുന്നത്. ടി എന്ന് പറയുന്നത് ഡയഗണലൈസബിൾ ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. C1 C2 എക്സെട്ര CK എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ക്യാരക്ടറിസ്റ്റിക് വാല്യൂ ഓഫ് ടി ആണെങ്കിൽ മിനിമൽ പോളിനോമിയൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് മൈനസ് C1 ഇൻറ്റു എക്സ് മൈനസ് C2 ഇൻറ്റു എക്സെട്ര അപ് ടു എക്സ് മൈനസ് CK ആണ്. ടി എന്ന് പറയുന്നത് എപ്പോൾ? ഡയഗണലൈസബിൾ ആകുമ്പോൾ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് വേറൊരു കാര്യം പറയാൻ പറ്റും. ഇതില്ല എങ്കിൽ ടിയുടെ ഡയഗണലൈസബിലിറ്റിക്ക് ഒരു പ്രശ്നം പറയാൻ പറ്റും. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളിലൂടെ നമുക്ക് പറയാം അത്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.